എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ ബ്രൂണോനെ കയറ്റണം, എന്നാലേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, അല്ലെ റൊണാൾഡോനെ കയറ്റണം, എന്നാലേ ആരൊരു പാസ് ഇടുള്ളൂ. ഇന്നലത്തെ കളിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ വിലയിരുത്തി വിങ് കൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അത് പാളി. അപ്പൊ ഇനി മിഡും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കുക. അതേമാതിരി റാഫെലിയോനെയും റാഫെലിയോനെ ഫസ്റ്റ് 11 കൊണ്ടുവരുന്നതാണ് നമ്മൾക്ക് ഒരു ആഗ്രഹം. അതേമാതിരി ഫെലിക്സിനൊക്കെ ക്രിസ്ത്യാനോടൊപ്പം കോച്ചിന്റെ പേരെന്താ? മാർട്ടിനസ്. അപ്പൊ കോച്ച് മാർട്ടിനസ് നമ്മളെ വ്ളോഗും കാര്യങ്ങളും കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ചെക്കന്മാർ പറഞ്ഞൊന്ന് കേൾക്കുക. കാരണം ഇവർക്ക് നാട്ടിൽ 150 മീറ്ററിന്റെയും 400 അടിന്റെ കട്ടൗട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാവ് പകലില്ലാതെ ഉള്ള ചില്ലറ പൈസയും വെച്ചിട്ട് വെച്ചതാണ്. എന്നിട്ട് നിങ്ങൾ ഇമ്മാരി അന്തമിട്ട കളി ഇങ്ങനത്തെ ഒരു വേൾഡ് കപ്പിന്റെ ഇതിൽ കളിക്കാൻ പാടില്ല. ആ ഫാൻസിന് ഒരു ഇത് കൊടുക്കാത്ത രീതിയിലാണ് കളി വരുന്നത്. ഇവരൊക്കെ എവിടുന്ന് വരണം? അവൻ പോന്നിട്ടില്ലേ പോർച്ചുഗലിന്? അല്ല അങ്ങനെയല്ല, ഇഞ്ചുറി സ്കോഡ് കയ്യിലുണ്ട്, പക്ഷെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. പച്ചനും മുളക് വെള്ളമാണ്. കൂട്ടിക്കളിയോ ആരംഭോടെ കളിച്ചൂടെ? ഇത് പറഞ്ഞത് നല്ല മധുരം. അപ്പൊ നമ്മളുള്ളത് ഓവർഡോസ് പറഞ്ഞ കഫേലോട്ടാവും. സീങ് കഫേ, അതായത് പുതുതായിട്ട് കോഴിക്കോട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച കഫേയാണ്. നമ്മളിപ്പം ആദ്യ പ്രാവശ്യം ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നു, പിന്നത്തെ പ്രാവശ്യം കാരണം ഇവിടെ ഒരു പ്രൈവറ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റായിട്ട് നമുക്ക് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് കളിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അതിൽ കളി കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 3 ഫ്ലോറ് 4 ഫ്ലോറോ എത്ര ഫ്ലോറാ? ഇതാണ് കഫേ. ഇതേപോലെ ബാലിത്തെ പോലെ ഒരു കഫേ ഉണ്ടാക്കിയിരിക്കണം 3 ഫ്ലോറിൽ. അപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോ സ്റ്റൈലിൽ, അതായത് ബാലിയിലും പുറത്തൊക്കെ ഉള്ള സ്റ്റൈലിലാണ് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കോഴിക്കോട് അങ്ങനെ വല്ലാണ്ട് കാണാത്ത ടൈപ്പ് ഒരു കഫേയാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭക്ഷണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ടേസ്റ്റിംഗ് സെഷന് ചെക്കന്മാരെല്ലാവരും കൊടുക്കുന്നേക്കാണ്. അപ്പോൾ പ്രോട്ടീൻ ഫുഡുകൾ ഓർഡർ ചെയ്തു. ബാസിലൊക്കെ പുയിങ്ങിയ ചിക്കൻ ഉണ്ടോ ഇവിടെ വന്നിട്ട് നേരത്തെ ഞാൻ ബാസില ഇങ്ങനെ ആക്കിയാ മുട്ട ഉണ്ടോ പുയിങ്ങിയെന്നൊക്കെ. എന്താ ബ്രോ എങ്ങനെയാ ഇവിടുത്തെ സെറ്റപ്പ്? എങ്ങനെയാ ഫ്ലോറിൽ ഓരോ ഫ്ലോറ് ഓരോ കൺസെപ്റ്റിലാണ്. അതായത് ഫസ്റ്റ് ഫ്ലോർ ആകുമ്പോൾ അവിടെ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന ഒരാൾക്ക് റൈറ്റ് നോക്കിയാൽ ബീച്ച് വ്യൂ, ലെഫ്റ്റ് നോക്കിയാൽ നമ്മൾ പേസ്ട്രീൻ്റെ കിച്ചൺ ഉണ്ടല്ലോ ആ വ്യൂ ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ ഫൈൻ ഡൈൻ ക്യൂസീൻ, ഫുൾ സീറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ ഫുള്ള് നാച്ചുറല് മരങ്ങൾ വെച്ച് എങ്ങനെ കോഫീസാണ് മെയിൻ. നമ്മൾ കോഫി സെക്ഷൻ കോഫി ബാറാണ്, ആർട്ടിഷ്യൻ കോഫി, അതായത് V60, പിന്നെ കെമിക്സ്, അങ്ങനത്തെ സ്ലോപ്പൂർ, അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോഫി കൾച്ചറാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് കോഫീൻ്റെ ഒതൻറ്റിക് കൾച്ചർ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതാണ്. കോഫി ലവേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഡെസേർട്ടിലെ നൈസ് ആയിട്ടുള്ള ഡെസേർട്ട്സ് ഉണ്ട്. പിന്നെ കിച്ചണൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു ദിവസം കുക്ക് ചെയ്യാൻ വരുന്നുണ്ട്, അങ്ങനെ അറിയില്ലെങ്കിലും പറ്റണ പോലെ. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഏതെങ്കിലും കഫേന്റെ കിച്ചണ് കയറിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പുറത്തേക്ക് എന്തായാലും കൊടുക്കാൻ പറ്റൂല, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ഷെഫിന്റെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സംഭവം. ഇതെങ്ങനെ ഉണ്ട് വാസിലെ? അതെന്താ കഴിക്കണ്ടേ? പ്രോൺസ് കഴിക്കണ മറ്റേ കൊണ്ടുവരുന്ന സാധനങ്ങൾ ടേസ്റ്റ് കൂടിയില്ല. മധുരല്ല, അത് ഹെൽത്തിയാണ്. അത് യോഗട്ടിൽ തന്നെ സ്മൂത്തി ബോൾ പോലുള്ള ഹെൽത്തി. ഞങ്ങളെ പോയപ്പോഴേ തിന്നാൻ വയ്ക്കണത് പെരയിരുന്ന് അങ്ങനെ അപ്പൊ എന്തായാലും കുറച്ച് ഫുഡും കൂടി വരാണ്ട് എന്തായാലും വരുന്ന ഫുഡും കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഇതാ ബീഫ് ഹുമ്മൂസും ചിക്കൻ ഹുമ്മൂസും ഈച്ചു ഒരു ടേസ്റ്റിംഗ് സെഷൻ വരികയാണ്. എങ്ങനെയുണ്ട്? ഓക്കെ,
ഞാൻ കളിക്ക് നോക്കിയിരിക്കേനി. അപ്പം പിത്ത ബ്രെഡും ചിക്കൻ ഹുമ്മൂസ് ഇത് എനിക്ക് കൊടുത്ത എൻ്റെ ഫേവറേറ്റ്, ഏറ്റവും ഫേവറേറ്റ് ഈ സംഭവം കേട്ടോ. സൂപ്പർ സാധനമാണ്, ഹെൽത്തിയാണ്. ബാസിലൊക്കെ ഫുള്ള് ഹെൽത്തിയാണ് കഴിക്കുന്നത്, ഹെൽത്തി മാത്രം. എന്തായാലും കഴിച്ചിട്ട് കാണാം.